മെയിൽ ഇൻഫെർട്ടിലിറ്റി അതല്ലെങ്കിൽ പുരുഷവന്ധ്യത കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് ഒരു ഒപ്റ്റിമൽ ലെവലിൽ നമ്മളൊരു മില്യൺ കണക്കിനാണ് ഈ സ്പേം അനാലിസിസിൽ ബീജങ്ങളുടെ അളവ് തന്നെ രേഖപ്പെടുത്തി അത് എടുക്കുന്നത്. പക്ഷെ അത് തീർത്തും നമ്പേഴ്സിലോട്ട് കുറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു 10-ൽ താഴെയുള്ള സ്പേം നമ്പേഴ്സ്, അതിന് ടെക്നിക്കലായിട്ടുള്ള പേരുകളുണ്ട്. അപ്പം അത്തരത്തിൽ വന്നൊരു കപ്പിളിന് നമ്മൾക്ക് ആദ്യം ഒരു ഇക്സി ചികിത്സയിലോട്ട് പോകേണ്ടി വന്നു. അതായത് IVF അല്ല, ശരിക്കും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നാണ് പറയുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു വിഭാഗമാണ് ഇക്സി ട്രീറ്റ്മെൻറ്റ്. ഇത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്, ഇത് യൂട്ടിലൈസ് ചെയ്താൽ ഗുണം കിട്ടിയേക്കാം എന്നുള്ള കപ്പിൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ദമ്പതികൾക്കും നമുക്ക് ആദ്യം എടുക്കേണ്ടി വന്നത്. അതിൽ പ്രഗ്നൻസി ആയെങ്കിലും അത് മിസ്കാരേജിലെത്തി, അത് മുന്നോട്ട് പോയില്ല. ബട്ട് അവർക്കൊരു സഫിഷ്യൻറ്റ് പ്രീ ട്രീറ്റ്മെൻറ്റ്, ഇവരുടെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾക്ക് പല ലെവലിൽ മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടും അതിനുള്ള ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്തതിന് ശേഷം, ഈ DNA പരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ട്രൈ ചെയ്ത ഒരു സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിൽ അവർ കുഴപ്പമില്ലാതെ കൺസീവ് ചെയ്ത് പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് നമുക്ക് റിയലി അപ്രിഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്.